ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന പൊതിച്ചോറുമായിട്ടാണ്. ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടായിരുന്നു, കുറച്ച് ബിസി ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മലയാളികളുടെ വീക്ക്നെസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ പൊതിച്ചോറ്. അപ്പോൾ എനിക്കും തോന്നി ഒരു പൊതിച്ചോറ് ഉണ്ടാക്കണമെന്ന്. ഞാനൊരു പൊതിച്ചോറ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കറികളാണ് ഇതിനകത്തിൽ വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആ ചൂട് ചോറും ആ വാഴയിലയിലൊക്കെ വെക്കുമ്പോൾ എന്നാ മണമാണെന്നറിയാമോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഉഴുവൽ തോരനാണ്. പിന്നെ അധികം മസാലയൊന്നും ഇല്ലാതെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങും മെഴുക്കുവരട്ടി, പിന്നെ ലോലോലിക്ക അച്ചാറുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, പിന്നെ അച്ചാറുണ്ട്, നാരങ്ങയാണ്, പിന്നെ ചുട്ടരച്ച ചമ്മന്തി, മത്തി വറുത്തത്, അതിൻ്റെ ഒപ്പം നമ്മുടെ അച്ചിങ്ങ പയർ തോരൻ. ഇത്രയുമാണ് ഞാൻ ഇന്നത്തെ പൊതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ കറികളിൽ നിന്നൊക്കെ ഒത്തിരി തോരനും ആ ചമ്മന്തി അച്ചാറും ഉരുളക്കിഴങ്ങും മെഴുക്കുവരട്ടി മത്തി വറുത്തതെന്നൊരു കഷ്ണവും ഒക്കെ ഒന്നിച്ച് അത് കഴിച്ചു നോക്കാം. നല്ല സൂപ്പറായിട്ടുള്ള ഊണാണ്. അപ്പോൾ ഞാനിത് കഴിച്ച് തീർക്കുന്ന സമയം കൊണ്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് കണ്ടുവരാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ മത്തി എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം മത്തിയെല്ലാം നമുക്കിതിലേക്കിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് ലാസ്റ്റിലേക്ക് നമുക്ക് വറുത്താൽ മതി, അപ്പോഴത്തേനും ആ മസാല എല്ലാം പിടിക്കും. പിന്നെ തോരൻ വെക്കാൻ വേണ്ടി ഞാനിവിടെ ഉഴുവൽ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ക്ലീനാക്കി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയാണ്, 1/4 ടീസ്പൂണിൽ താഴെ ഉലുവ വറുത്ത് പൊടിച്ചത്, ഉപ്പ്. ഇതിൽ ഞാൻ ചെറിയ ഉള്ളിയോ വെളുത്തുള്ളിയും ഞാൻ ചേർക്കാറില്ല. പിന്നെ ഒരു 2 കഷ്ണം പുളി വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു, കഴുകിയെടുത്തത്. അതും ആ വെള്ളത്തോടു കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഉഴുവൽ അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് റെഡിയായി കിട്ടും. ഉഴുവലിന് അധികം വേവില്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചും വെച്ച് ഇതൊന്ന് വാങ്ങി വെക്കുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത കറികൾ തയ്യാറാക്കിയൊക്കെ ലേശം വെള്ളമുണ്ട്, അത് ചെറിയ അടുപ്പിലേക്ക് വെച്ച് അത് വറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടിയാണ് തയ്യാറാക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഉരുളക്കിഴങ്ങ് ചെറിയതായ കാരണം ഒരു 4-5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 2 എണ്ണം എടുത്താൽ മതി. അത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമുക്കെടുക്കാം. ഞാൻ കുറച്ച് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഫ്രഷ്നെസ് പോകാതെ നമുക്ക് കറി തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഊറ്റിയെടുത്താൽ മതി. അപ്പോൾ അരിഞ്ഞ് ഞാനത് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇതിനൊപ്പം ഞാൻ ഒരു പച്ചമുളകും അതേപോലെ സവാളയും എടുത്തിട്ടുണ്ട്. ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, അതും ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ചൊന്ന് വെന്തതിന് ശേഷം നമുക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 50% വെന്താൽ മതി, കാരണം ബാക്കി നമ്മൾ എണ്ണയിൽ കിടന്നത് മുരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇളക്കി കൊടുത്താൽ മതി, പിന്നെ മൂടി വെക്കണമെന്നില്ല. ഒരു തണ്ട് കറിവേപ്പിലയും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് നമ്മൾ അടുപ്പിൽ വെച്ചൊന്ന് മുരിച്ചെടുക്കാം. ഇനി
അത് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഇനി ഞാൻ തയ്യാറാക്കുന്നത് ഒരു അച്ചിങ്ങ തോരനാണ്. അതിനുവേണ്ടി ഞാൻ അച്ചിങ്ങ നന്നായിട്ട് കഴുകി അറ്റമെല്ലാം കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. തോരൻ തയ്യാറാക്കുന്നതുകൊണ്ട് വളരെ ചെറുതായിട്ട് തന്നെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിൽ ഞാൻ അച്ചിങ്ങയുടെ ഒപ്പം തന്നെ ഒരു സവാളയോട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് തേങ്ങയൊക്കെ ഒതുക്കാതെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം പച്ചമുളകും അരിഞ്ഞെടുക്കാം. ഞാൻ തേങ്ങ ഒതുക്കി ചേർക്കുന്നതുകൊണ്ട് അതിനൊപ്പം ഞാൻ പച്ചമുളകൊന്ന് ഒതുക്കി എടുക്കുന്നേ ഉള്ളൂ. അതിനുവേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു 4 പച്ചമുളക്, വെളുത്തുള്ളി, അതെല്ലാം കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തു. അപ്പോഴത്തേനും നമ്മുടെ ഉരുളക്കിഴങ്ങ് ദേ ഇവിടെ വെച്ചത് ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇത് വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്തിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറും സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. ഞാനിന്ന് ഓൾറെഡി കറിവേപ്പില ഇട്ടിട്ടുണ്ട്, അതിലൂടെ ഒരു തണ്ടൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയോട് ചേർത്ത് ഒതുക്കി വെച്ച ആ തേങ്ങാക്കൂട്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ആവി വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ പയർ വെന്ത് കിട്ടും. അപ്പം വെള്ളമൊന്നും ചേർക്കില്ല, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയും വേണം. വെള്ളം ചേർത്ത് കൊടുത്താൽ പയറിനൊരു വെള്ളത്തിൻ്റെ ചുവ വരും. അല്ലാതെ ഇങ്ങനെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടുക്കി പിടിക്കില്ല, എന്നാൽ ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ പയർ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ചമ്മന്തി ഒന്ന് അരയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങാപ്പൂളും ഒരു 4 വറ്റൽമുളകും ചെറിയ ഉള്ളിയും ഇഞ്ചിയും അത് സ്റ്റൗവിൻ്റെ മണ്ടയിൽ വെച്ച് തന്നെ ഒന്ന് ചുട്ടെടുക്കുവാണ്. കനലിലിട്ട് ചുട്ടെടുക്കുന്നതാണ് കുറച്ച് ടേസ്റ്റ്. പക്ഷെ നമുക്ക് വിറകടുപ്പൊന്നും ഇല്ലാത്ത കാരണം സ്റ്റൗവിൽ വെച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതങ്ങ് ആദ്യമേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തണുത്തിരിക്കും. അപ്പം നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി ആദ്യമേ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മത്തി ഒന്ന് പൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു തണ്ട് കറിവേപ്പിലൂടെ ഞാൻ അതിലേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മത്തി ഇപ്പോൾ വറക്കാനുള്ളത് പറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡൊന്ന് മൂത്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് മറു സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇവിടെ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്, 2 സൈഡും മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങി വെക്കാം. മുട്ട ഓംലേറ്റ് ഇല്ലാത്ത പൊതിച്ചോറില്ലല്ലോ, അതുകൊണ്ട് നമുക്കൊരു മുട്ട ഒന്ന് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി അപ്പോൾ ഇതിലേക്ക് 2 മുട്ടയും സവാളയും പച്ചമുളകും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ബീറ്റ് ചെയ്തെടുത്ത ഈ മുട്ട നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി കഴിയുന്നതാണ് നമുക്ക് മറു സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഫ്രൈ ആയി കഴിയുന്നുണ്ട്. നമുക്ക് ഇതിപ്പോൾ 2 പൊതി ഞാൻ കെട്ടുന്നതുകൊണ്ട് അതൊന്ന് നടുവേ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. 2 പൊതിയിൽ വെക്കാനൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ചമ്മന്തിക്കുള്ള തേങ്ങ ഒക്കെ തണുത്തിട്ടുണ്ട്. ഞാൻ വാളംപുളി അതിൻ്റെ ഒപ്പം അപ്പോൾ എടുത്തു വെച്ച സാധനത്തിനോട് വാളംപുളിയും ഉപ്പും കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ലേശം കളറിന് വേണ്ടി മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊതി കെട്ടിയെടുക്കാം. നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് വാഴയില ആദ്യം വാട്ടിയതിന് ശേഷം കഴുകി അതിൻ്റെ സൈഡിലുള്ള തണ്ടുണ്ടല്ലോ അത് കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. മടക്കി എടുക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചോറ് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ മട്ടയരിയുടെ ചോറാണ് എടുക്കുന്നത്. നമ്മൾ തയ്യാറാക്കിയ ഉഴുവൽ തോരൻ, അതോടൊപ്പം ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി അതും വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അച്ചിങ്ങ തോരൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. മത്തി വറുത്തത് വെച്ചു. പിന്നെ നമ്മൾ ചുട്ടരച്ച ചമ്മന്തിയാണ് വെക്കുന്നത്. അതിനൊപ്പം മുട്ട പൊരിച്ചത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഒരു നാരങ്ങയുടെ അച്ചാറാണ് ഞാൻ വെക്കുന്നത്. അതോടൊപ്പം ലോലോലിക്ക ഉണ്ടായിരുന്നു, അതിന് 2 ലോലോലിക്ക വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് പൊതിഞ്ഞെടുത്ത് ചൂട് ചോറും വാട്ടിയെടുത്ത വാഴയിലയിൽ ഒരു അരമണിക്കൂർ ഇരിക്കുന്നുണ്ടേ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് നമുക്ക് ഒന്ന് എടുത്ത് വെക്കാം.
അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുന്നുണ്ടെങ്കിൽ കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഞാൻ കഴിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.